വയനാട് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെ നടുക്കം വിട്ടുമാറാത്ത കേരള ജനതയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് കൊണ്ട് അവസാനിക്കുന്നതല്ല വരാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങൾ. ഇടുക്കി, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളും ഹോട്ട്സ്പോട്ടുകളാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതനുസരിച്ച് വയനാട്ടിലുണ്ടായ ദുരന്തം മറ്റ് പല ജില്ലകളിലും ആവർത്തിക്കാമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മണ്ണിടിച്ചിൽ അറ്റ്ലസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 30 ജില്ലകളിൽ 10 കേരളത്തിലാണ്. അതിൽ തന്നെ വയനാടിന് 13ാം സ്ഥാനമാണുള്ളത്. പശ്ചിമഘട്ടത്തിലെയും തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നിവ ഉൾപ്പെടുന്ന കൊങ്കൺ മലനിരകളിലെയും 0.09 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പശ്ചിമഘട്ടത്തിൽ വളരെ ഉയർന്ന ജനസാന്ദ്രതയാണ് ഉള്ളത്. കാടുവെട്ടി നാടാക്കിയപ്പോൾ ജനവാസ മേഖല മാത്രമല്ല, പ്രകൃതി ദുരന്ത സാധ്യത കൂടിയാണ് ഉയർന്നത്. ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ആക്കം കൂടുമെന്നത് പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ്. 2021 സ്പ്രിംഗർ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കേരളത്തിലെ എല്ലാ ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകളും പശ്ചിമഘട്ട മേഖലയിലാണെന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ മൊത്തം ഉരുൾപൊട്ടലിന്റെ 59% തോട്ടം മേഖലകളിലാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട്ടിലെ വനവിസ്തൃതി കുറയുന്നത് സംബന്ധിച്ച് 2022 നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് 1950 2018 ഇടയിൽ ജില്ലയിലെ 62% വനപ്രദേശങ്ങളും അപ്രത്യക്ഷമായപ്പോൾ തോട്ടങ്ങളുടെ വിസ്തൃതി 1800% ഉയർന്നുവെന്നാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ കീഴിൽ സർക്കാർ രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനലിന്റെ മുന്നറിയിപ്പുകളും മണ്ണിടിച്ചിൽ സാധ്യതകളെ തുറന്നു കാണിക്കുന്നതാണ്. ഖനനം, പുതിയ താപവൈദ്യുത നിലയങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ, പാരിസ്ഥിതികമായി സെൻസിറ്റീവ് സോൺ 1 വൻതോതിലുള്ള കാറ്റാടി ഊർജ്ജ പദ്ധതികൾ എന്നിവ നിരോധിക്കാൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഇനിയും ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടാമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താവൂ. അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാനുള്ള കരുത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഉണ്ടാകില്ല.